ഹായ് എവരിവൺ, ദിസ് ഈസ് ജി ബി സെബാസ്റ്റ്യൻ ആൻഡ് വെൽക്കം ടു ജി ബിസ് ക്ലാസ്സസ്. നമ്മൾ 8ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കായ വസന്ത് ഭാഗ് 3 അതിലെ ലെസൺ 2 അതിലെ ലാസ്റ്റ് പാർട്ട് 3rd പാർട്ടാണ് നോക്കുന്നത്. ഫസ്റ്റ് 2 പാർട്ടുകളുണ്ട്, അത് കാണാത്തവർ ആദ്യം അത് കാണണം, എന്നാലേ ഈ പാർട്ട് മനസ്സിലാവുള്ളൂ. നേരെ ഈ പാട്ട് കണ്ടിട്ട് മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് പാർട്ട് കാണാം, സെക്കൻഡ് പാർട്ട് കാണാം, പിന്നെ ഈ പാർട്ട് കാണാം. അപ്പോൾ ഇത് കണ്ടിട്ടാണ് കാണണമെങ്കിൽ അത്ര ഇത് മനസ്സിലാവില്ല. ഫസ്റ്റ് പാർട്ടും 2ഉം കണ്ടിട്ട് ഇത് കാണുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഒരു പ്രാവശ്യം കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി കാണാൻ ശ്രമിക്കുക. അതെല്ലാം കംപ്ലീറ്റായി കാണാണ്ട് മനസ്സിലായെന്ന് പറയരുത്. എനിക്ക് കമൻറ്റുകൾ വരുന്നുണ്ട് മനസ്സിലായില്ല എന്നുള്ളത്. അപ്പോൾ ഫുള്ള് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ കമൻറ്റ് ഇടുക. അപ്പോൾ ഞാനതിന് വേണ്ട എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ ഞാനത് ചേഞ്ച് വരുത്താം. ഷുവർ, ഡെഫിനറ്റ്ലി. അപ്പോൾ ഈ പാഠത്തിൻ്റെ പേര് ലാക്കി ചൂടിയ എന്നാണ്. അപ്പോൾ അതെന്താണെന്നൊക്കെ ഫസ്റ്റ് 2 പാർട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് 2 പാർട്ടുകൾ അത് കാണുക, എന്നിട്ട് ഇത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ കാംതനാഥ് എന്ന ലേഖകനാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതായത് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സബ്സ്ക്രൈബ് എന്ന ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഒരു ആരോ ഉണ്ട്, ആ ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെ നോക്കി കഴിയുമ്പോൾ കുറേ ലിങ്കുകൾ കാണാം. പല വീഡിയോസിൻ്റെയും ലിങ്ക് ഉണ്ടാവും, പിന്നെ പല പ്ലേലിസ്റ്റിൻ്റെയും ലിങ്ക് ഉണ്ടാവും. അതിൽ പോയി കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി പാഠത്തിലോട്ട് കടക്കാം. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ നോക്കി, സെക്കൻഡ് പാർട്ട് നമ്മൾ കണ്ടു. സെക്കൻഡ് പാർട്ടിൽ ഈ ലേഖകൻ ബദ്ലു കാക്ക എന്ന് പറഞ്ഞാൽ അയാളെ കാണാനായിട്ട് അയാളുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ സംഭാഷണങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. നമസ്തേ ബദ്ലു കാക്ക, മേനെ കഹ. അപ്പോൾ ലേഖകൻ അവിടെ ബദ്ലു കാക്കേൻ്റെ വീട്ടിൽ പോയി ചെന്നിട്ട് പറഞ്ഞു, നമസ്തേ ബദ്ലു കാക്ക, മേനെ കഹ. അപ്പം നമസ്തേ ഭയ്യ. അയാളും തിരിച്ച് നമസ്തേ പറഞ്ഞു. ഉസ്നെ മേരി നമസ്തേ കാ ഉത്തർ ദിയ. അയാൾ എൻ്റെ നമസ്തേ, ഞാൻ പറഞ്ഞ നമസ്തേക്ക് ഉത്തരം പറഞ്ഞു, നമസ്തേ എന്ന് പറഞ്ഞു. ഓർ ഉട്കർ ഘാട്ട് പർ ബൈഠ് ഗയ. അവിടെ നിന്ന് എണീറ്റ് വേറെ സ്ഥലത്ത് ഇരുന്നു. പരന്തു ഉസ്നെ മുझे പഹചാന नहीं. പക്ഷേ അയാൾക്ക് എന്നെ മനസ്സിലായില്ല. ഓർ ദേർ തക് മേരി ഓർ നിഹാർത്ത രഹ. ദേർ തക് എന്ന് പറഞ്ഞാൽ കുറേ നേരം, മേരി ഓർ എന്ന് പറഞ്ഞാൽ എന്നെ കുറേ നേരം ഇങ്ങനെ നിഹാർത്ത എന്ന് പറഞ്ഞാൽ നോക്കിയിരുന്നു. മേ ഹൂ ജനാർദ്ദൻ കാക്ക. ബദ്ലു കാക്ക, ഇത് ഞാനാണ് ജനാർദ്ദൻ. മേ ഹൂ ജനാർദ്ദൻ. ആപ്കെ പാസ് സെ ഗോലിയാ ബൻവാക്കർ ലേ ജാത്താ താ. നിങ്ങളുടെ അടുത്തുനിന്ന് മറ്റേ രംഗ് ബിരംഗെ ഗോലിയാ ബൻവാക്കർ ലേ ജാത്താ താ. അങ്ങനെ പല കളറിലുള്ള ഗോലി ഞാൻ ഉണ്ടാക്കി പണ്ട് ചെറുപ്പത്തിൽ ഞാൻ കൊണ്ടുപോകായിരുന്നു. മേനെ അപ്ന പരിചയ ദിയ. ഞാൻ എൻ്റെ പരിചയം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻട്രൊഡക്ഷൻ, ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ബദ്ലു ഫിർ ബി ചുപ് രഹ. ബദ്ലു പിന്നെയും ഒന്നും പറഞ്ഞില്ല. ഫിർ ബി ചുപ് രഹ എന്ന് പറഞ്ഞാൽ മിണ്ടാതിരുന്നു. മാനോ വഹ് അപ്നെ സ്മൃതി പട്ടൽ പർ അതീത് കെ ചിത്ര ഉതാർ രഹാ ഹോ. അപ്പോൾ എന്നിട്ടും അയാൾ മിണ്ടാതിരുന്നിട്ട് എനിക്കെന്ത് തോന്നി, അതായത് അയാളുടെ സ്മൃതി പടലത്തിലെ അയാളുടെ ഓർമ്മയിൽ നിന്ന് ഈ ഒരു ചിത്രം ഇങ്ങനെ മെനഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഓർത്തെടുക്കുന്ന അതുപോലെ തോന്നി. ഓർ തബ് വോ ഏകദം ബോൽപട. എന്നിട്ട് പെട്ടെന്ന്, ഏകദം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞു, ആവോ ലല ബേട്ടോ. ആവോ എന്ന് പറഞ്ഞാൽ വരൂ. ലല എന്നായിരുന്നു ഈ ലേഖകൻ്റെ പേര്. ലല എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അയാൾ. ലല ബേട്ടോ, ഇരിക്കൂ. ബഹുത് ദിൻ ബാദ് ഗാവായേ. ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിട്ട്, ഒരുപാട് കാലം കഴിഞ്ഞാണ് നീ ഈ ഗ്രാമത്തിൽ ഇവിടെ വന്നത്. ഇധർ ആന നെഹി ഹോ സക്ക കാക്ക. വരാൻ പറ്റിയില്ല. ഇധർ ആന നെഹി ഹോ സക്ക. ഇവിടെ വരാൻ പറ്റിയില്ല. മേ ചാർപ്പായി പർ ബൈഠത്തെ ഹുയി ഉത്തർ ദിയ. ഞാൻ ആ ചാർപ്പായിലിരുന്നിട്ട്, ചാർപ്പായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കട്ടിൽ പോലുള്ളത്, ഈ നമ്മുടെ രസ്സിയൊക്കെ വലിച്ച്, രസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വള്ളിയെല്ലാം വലിച്ച് കെട്ടിയിരിക്കുന്ന അതുണ്ടല്ലോ, അതിനാണ് ചാർപ്പായി എന്ന് പറഞ്ഞാൽ. ചാർപ്പായിൽ കൊണ്ട് ഉത്തർ ദിയ. അത് ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ ഉത്തരം പറഞ്ഞു. കുച്ച് ദേർ ഫിർ ശാന്തി രഹി. കുറച്ച് നേരം പിന്നെയും, ഫിർ എന്ന് പറഞ്ഞാൽ പിന്നെയും, ശാന്തി എന്ന് പറഞ്ഞാൽ സൈലൻസ് ആയിരുന്നു. അവരൊന്നും മിണ്ടിയില്ല. മേനെ ഇധർ ദൃഷ്ടി ദോടായി. ഞാൻ അവിടെ ഇവിടെയൊക്കെ നോക്കി. നാ തോ മുझे ഉസ്കി മച്ചിയ നസറായി നായി ഭട്ടി.
നാ ഹി മുझे उसका ബട്ടിയ മച്ചിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുട്ടിപ്പലക, അതിൻ്റെ മുകളിലിരുന്നാണ് അയാൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അത് കാണാൻ പറ്റിയില്ല. മച്ചിയ അപ്പോൾ കണ്ടില്ല. അതുപോലെ തന്നെ ബട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീ കൂട്ടുന്ന അടുപ്പ്, അതിൽ അടുപ്പിലുരുക്കിയാണ് അയാൾ ഈ നമ്മുടെ വളകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതും കണ്ടില്ല. അയാൾ ഇരിക്കുന്ന മുട്ടിപ്പലക അതൊന്നും കണ്ടില്ല. ആജ്കൽ കാം നഹി കർത്തേ കാക്ക മേനെ പൂച്ച. അപ്പോൾ ആജ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാം നഹി കർത്തേ കാക്ക, ജോലി ചെയ്യുന്നില്ലേ കാക്ക, ജോലി ചെയ്യുന്നില്ലേ, ബാംഗിൾസ് ഉണ്ടാക്കുന്നില്ലേ, വളകൾ ഉണ്ടാക്കുന്നില്ലേ, അയാൾ ചോദിച്ചു. ലേഖകൻ ചോദിച്ചു. നഹി ലല, ഇല്ല ലല ഉണ്ടാക്കുന്നില്ല. കാം തോ കൈ സാൽ സെ ബന്ദ് ഹെ, ഒരുപാട് വർഷങ്ങളായിട്ട് ആ ജോലി ഞാൻ ചെയ്യുന്നില്ല, ബന്ധാണ്, അതായത് സ്റ്റോപ്ഡാണ്. മേരി ബനായി ഹുയി ചൂടിയ കോയി പൂച്ചെ തബ് തോ, ഞാനുണ്ടാക്കുന്ന മേരി ബനായി ഹുയി, ഞാനുണ്ടാക്കുന്ന ചൂടി അല്ലെങ്കിൽ ഈ വളകൾ ആരെങ്കിലും ചോദിച്ചാലല്ലേ, ആർക്കും വേണ്ട, അത് ആരും ചോദിക്കാറില്ല. ഗാവ് മേ കാച്ച് കാ പ്രചാർ ഹോ ഗയാ ഹെ. കാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുപ്പിവള ആണ് ഇപ്പോൾ എല്ലാവരും ഇടുന്നത്. പ്രചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് മെയിനായിട്ട് എല്ലാവരും വാങ്ങിക്കുന്നത്. അവിടെയൊക്കെ എല്ലാവരുടെ കയ്യിലും അതാണ്, എല്ലാവരും ഇടുന്നത് അതാണ്. വോ കുച്ച് ദേർ ചുപ് രഹ, കുറച്ച് നേരം മിണ്ടാതിരുന്നു. ഫിർ ബോല, എന്നിട്ട് പറഞ്ഞു. മഷീൻ യുഗ് ഹേന യേ ലല, മഷീൻ യുഗ് ഹേന യേ ലല, ഇത് മെഷീൻ്റെ യുഗമല്ലേ, മെഷീൻസ് എല്ലാം വന്നില്ലേ, മെഷീനുകളെല്ലാം വന്നില്ലേ, മെഷീനാണല്ലോ എല്ലാം ഉണ്ടാക്കുന്നത്. ആജ്കൽ സബ് കാം മെഷീൻ സെ ഹോത്താ ഹെ. ആജ്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ ജോലിയും മെഷീനാണ് ചെയ്യുന്നത്, മെഷീനുകളാണ് ചെയ്യുന്നത്. ഖേത് ബി മെഷീൻ സെ ജോത്തെ ജാത്തെ ഹെ. ഖേത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടങ്ങൾ, വയലുകൾ, അതെല്ലാം എന്തുകൊണ്ടാണ് മെഷീൻസ് ജോത്തെ ജാത്തെ, മെഷീൻ കൊണ്ടാണ് അതെല്ലാം എന്താണ് ഉഴുതുന്നതൊക്കെ. ട്രാക്ടർ പോലെയുള്ള മെഷീനൊക്കെ കൊണ്ടാണ് അത് ഉഴുതുന്നത്. ഫിർ ജോ സുന്ദരത കാച്ച് കി ചൂടിയാ മേ ഹോത്തി ഹെ ലാഖ് മേ കഹാ സംഭവ് ഹെ. ജോ സുന്ദരത കാച്ച് കി ചൂടിയാ മേ ഹോത്തി ഹെ, ആ സുന്ദരത കാച്ചിൻ്റെ, അതായത് ഈ കുപ്പിവളകളിലുള്ള സൗന്ദര്യം, അതിൽ കിട്ടുന്ന സൗന്ദര്യം എവിടെ, ഞാനുണ്ടാക്കുന്ന ഈ ലാക്കി ചൂടിയ, ഞാനുണ്ടാക്കുന്ന ഈ വളകളിൽ എങ്ങനെ അത്ര സൗന്ദര്യം വരാനാണ്? അതെല്ലാം മെഷീൻ കൊണ്ടുണ്ടാക്കുന്നതാണ്, നല്ല ഷൈനിങ് ആണ്, ഫിനിഷിംഗ് ഉള്ളതാണ്. അത്ര സൗന്ദര്യം എൻ്റെ ഇതിന് ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർക്കൊന്നും വേണ്ട, അതുകൊണ്ട് ഞാനത് ഉണ്ടാക്കൽ നിർത്തി. ലേക്കിൻ കാച്ച് ബടാ ഖത്തർനാക് ഹോത്താ ഹെ. പക്ഷേ ഈ ലേഖകൻ പറയാണ് ഈ കുപ്പിവള ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഖത്തർനാക് എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് ആണ്. ബടി ജൽദി ടൂട്ട് ജാതെ, പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. ബടി ജൽദി, പെട്ടെന്ന്, ജൽദി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ, ടൂട്ട് ജാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. ബടി ജൽദി ടൂട്ട് ജാത്തി ഹെ മേനെ കഹ, ലേഖകൻ പറഞ്ഞു. നാജുക് തോ ഫിർ ഹോത്താ ഹി ഹെ ലല, നാജുക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടി പോകുന്നത്, ബലമില്ലാത്തത്, അത് കുപ്പിവള അങ്ങനെ തന്നെയാണ്. കേത്തെ കേത്തെ ഉസെ ഖാസി ആകെ പറഞ്ഞപ്പോൾ അയാൾക്ക് ചുമ വന്നു. ഓർ വ ദേർ തക് ഖാസ്തര, കുറേ നേരം അയാൾ അങ്ങനെ ചുമച്ചുകൊണ്ടിരുന്നു. മുझे ലഗ ഉസെ ദമാ ഹെ, ദമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്മ. അപ്പോൾ മുझे ലഗ, എനിക്ക് തോന്നി അയാൾക്ക് ആസ്മയാണ്. അവസ്ഥയ്ക്ക് സാത്ത് സാത്ത്, ഈ ഒരു സ്ഥിതിൻ്റെ കൂടെ സാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ തന്നെ ഉസ്ക ശരീർ ബി ഢൽ ചുക്കാ ഹെ, അയാളുടെ ശരീരവും ക്ഷീണിച്ചിരിക്കുന്നു, വയസ്സായിരിക്കുന്നു. ഉസ്കെ ഹാത്തോ പർ ഓർ മാഥേ പർ, കൈകളിലും പിന്നെ മാഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റിയിലുമൊക്കെ നസോ ഉഭർ ആയി തീ. നസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ രക്തക്കുഴലുകൾ, ഈ കാണുന്ന വെയിൻസ് ഉണ്ടല്ലോ, അത് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ വയസ്സായി കഴിയുമ്പോൾ പ്രൊജക്റ്റായി വരും, മെലിഞ്ഞ ആളിലാണെങ്കിൽ കൂടുതൽ. അപ്പോൾ അയാളുടെ കൈകളിലും നെറ്റിയിലുമൊക്കെ ഈ വെയിൻസ് അതായത് ഉഭറായി ഹെ, അതായത് പ്രൊജക്റ്റ് ചെയ്ത് വന്നിരിക്കുന്നു, അതായത് കാണാൻ പറ്റുമായിരുന്നു, തെളിഞ്ഞ് കാണുമായിരുന്നു. ജാനെ കേസെ ഉസ്നെ മേരി ശങ്ക ഭാപ്ലി ഓർ ബോല, അറിയില്ല എങ്ങനെയാണ് ഉസ്നെ മേരി ശങ്ക, എൻ്റെ വിചാരം, ഞാനെങ്ങനെ, അതായത് അയാൾക്ക് ആസ്മയാണോ എന്നൊക്കെ വിചാരിച്ച് പേടിച്ച് എങ്ങനെ ഇരിക്കുന്നതോ അത് അയാൾക്ക് മനസ്സിലായ പോലെ തോന്നി. ഓർ ബോല, എന്നിട്ട് അയാൾ പറഞ്ഞു ദമ നെഹി ഹെ മുझे. അപ്പോൾ അയാൾ പറഞ്ഞു ദമ നെഹി ഹെ മുझे, ഫസ്ലി ഖാസി ഹെ. അപ്പോൾ അയാൾ പറഞ്ഞു ദമ നെഹി, എനിക്ക് ആസ്മയല്ല, ഫസ്ലി ഖാസി ഹെ. ഫസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസണലായി വരുന്ന ചുമയാണ്, അതായത് വിളവെടുപ്പ് സമയത്തൊക്കെ ഉണ്ടാകുന്ന ആ ഡസ്റ്റിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ചുമ. അത് 1-2 മാസം അയാൾക്ക് ഉണ്ടാവാറുണ്ട്, അത് കുറച്ച് കഴിയുമ്പോൾ പോവുകയും ചെയ്യും. യഹി മഹീനെ 2 മഹീനെ സെ ആ രഹി ഹെ. മഹീനെ 2 മഹീനെ എന്ന് പറഞ്ഞാൽ 1 മാസം 2 മാസമായി എനിക്ക് ഇങ്ങനെ ഈ ചുമ വരുന്നു.
10-15 दिन में ठीक हो जाएगी. അപ്പോൾ 10-12 ദിവസം കൊണ്ട് ഇത് ശരിയാവുകയും ചെയ്യും. അതൊന്ന് എന്ന് ബദലു കാക്ക പറഞ്ഞു. ആസ്മയൊന്നുമല്ല, ഇപ്പോൾ ശരിയായിക്കോളും. മേ ചുപ് രഹ, ഞാനൊന്നും പറഞ്ഞില്ല, മിണ്ടാതിരുന്നു. मुझे लगा कि उसके अंदर कोई बहुत बड़ी व्यथा छिपी है. छिपी എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, അതായത് ഉള്ളിൽ ഉണ്ടെന്ന്. അതായത് മുझे लगा, എനിക്ക് തോന്നി, ഉസ്കെ അന്തർ, അയാളുടെ ഉള്ളിൽ കോയി ബഹുത് ബഡി വ്യഥ, എന്തോ ഒരു വലിയ വിഷമം അയാളുടെ ഉള്ളിലുണ്ടെന്ന്, ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. മേ ദേർ തക് സോച്താ രഹ, ഞാൻ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചു. कि ये മെഷീൻ യുഗ് ने कितने हाथ काट दिए हैं. അപ്പോൾ ഈ മെഷീൻ യുഗം, ഈ മെഷീൻസൊക്കെ വന്നുകൊണ്ട് എത്ര പേർക്ക് ജോലി പോയി. ഹാത്ത് കാട്ട് ദിയ എന്ന് പറഞ്ഞാൽ ഞാൻ കൈ വെട്ടിക്കളഞ്ഞു എന്നല്ല, അതൊരു ശൈലിയാണ് പറയുന്നതിൻ്റെ. അപ്പോൾ കുറേ പേരുടെ ജോലി പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഹാത്ത് കാട്ട് ദിയെ, കിത്തനെ ഹാത്ത് കാട്ട് ദിയെ ഹെ. കുച്ച് ദേർ ഫിർ ശാന്തി രഹി, കുറച്ച് നേരം പിന്നെയും സൈലൻസ് ആയി. ജോ മുझे अच्छी नहीं लगी. അപ്പോൾ ആ സൈലൻസ് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ അയാൾ പിന്നെയും ചോദിച്ചു, ആം കി ഫസൽ അബ് कैसी है കാക്ക. അപ്പോൾ കാക്ക, ഈ ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിന്നുന്ന മാങ്ങയുടെ വിളവ് എങ്ങനെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം? അപ്പോൾ അതായത് ടോപ്പിക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് അയാൾ ചോദിച്ചതാണ്. കുച്ച് ദേർ പശ്ചാത്ത് മേനെ ബാത് കാ വിഷയ് ബദൽത്തെ ഹുയെ പൂച്ച. ബാത് കാ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരത്തിൻ്റെ വിഷയം ബദൽത്തെ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്തുകൊണ്ട് ഞാൻ ചോദിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ആം കി ഫസൽ कैसी है കാക്ക, ഈ മാങ്ങയുടെ വിളവ് എങ്ങനെയുണ്ട്? അച്ചി ഹെ ലല, നല്ല വിളവാണ്. ബഹുത് അച്ചി, വളരെ നല്ല വിളവായിരുന്നു. ഉസ്നെ ലഹക്കർ, വിറച്ചുകൊണ്ട് ഉത്തർ ദിയ, അങ്ങനെ ഉത്തരം പറഞ്ഞു. ഓർ അന്തർ അപ്നി ബേട്ടിക്കോ ആവാസ് ദി, ബേട്ടിയെ വിളിച്ചു, അതായത് മകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അരി റജ്ജോ എന്നാണ് പേര്, അരി റജ്ജോ ലലാക്കിലെ ആം തോ ലേയാ, ലലാക്കിലെ ആം തോ ലേയാ, ലല്ലയ്ക്ക് വേണ്ടിയിട്ട് മാങ്ങ കൊണ്ടുപോവാ. ഫിർ മേരി ഓർ മുഖാത്തിബ് ഹോക്കർ ബോല, എൻ്റെ നേരെ തിരിഞ്ഞ് എൻ്റെ കണ്ണുകൾ നോക്കിക്കൊണ്ട് പറഞ്ഞു. മുഖാത്തിബ് എന്ന് പറഞ്ഞാൽ നോക്കിയിട്ട്, മുഖത്ത് നോക്കിയിട്ട്, കണ്ണുകൾ നോക്കിയിട്ട്, ഫേസ് ടു ഫേസ് പറഞ്ഞു. മാഫ് കർണ ലല, മാപ്പാക്കണം, തുമേ ആം ഖിലാന ഭൂൽ ഗയാ താ, എനിക്ക് മാങ്ങ തരാൻ, നിന്നെ കൊണ്ട് കഴിപ്പിക്കാനായിട്ട് ഞാൻ മറന്നുപോയി, മാപ്പാക്കണം. പുള്ളിപ്പോൾ രജ്ജപ്പോൾ കൊണ്ടുവരും. നെയ് കാക്ക, ആം തോ ഈ സാൽ ബഹുത് ഖായേ. അപ്പോൾ കുഴപ്പമില്ല, ഇല്ലില്ല കാക്ക, ഈ പ്രാവശ്യം ഞാൻ ഒരുപാട്, ഈ വർഷം, ഈ സാൽ എന്ന് പറഞ്ഞാൽ ഈ വർഷം, ബഹുത് ഖായേ, ആം തോ ബഹുത് ഖായേ, മാങ്ങ ഒരുപാട് ഞാൻ കഴിച്ചു. വാ ബിന ആം ഖിലായെ कैसे जाने दूंगा तुमको, ബിന ആം ഖായെ ഖിലായെ, അതായത് ആമയല്ല, നമ്മുടെ മാങ്ങ നിന്നെ കഴിപ്പിക്കാതെ ഞാൻ എങ്ങനെ നിന്നെ വിടും? കഴിപ്പിക്കാതെ നിന്നെ എങ്ങനെ ഞാൻ വിടും? അപ്പം മേ ചുപ് ഹോ ഗയ, ഞാൻ മിണ്ടിയില്ല. മുझे വേ ദിൻ യാദ് ഹോ ആയേ ജബ് വോ മേരെ ലിയെ മലായി ബച്ചാക്കർ രക്താ താ. അപ്പോൾ എനിക്ക് ആ ദിവസങ്ങളിൽ ഓർമ്മ വന്നു, യാദായെന്ന് പറഞ്ഞാൽ ഓർമ്മ വന്നു. വോ മേരലിയെ, എനിക്ക് വേണ്ടിയിട്ട് അയാൾ മലായി ബച്ചാക്കർ, അതായത് ഈ പാലിൻ്റെ കട്ടിയായ പാല് എനിക്ക് എടുത്തു വയ്ക്കുമായിരുന്നു. അയാളുടെ പശുവിനെ കറന്നുണ്ടായിരുന്ന മലായി, അതിൽ നിന്നുണ്ടാവുന്ന കട്ടി പാട, അതെനിക്ക് തരാനായിട്ട് എടുത്തു വയ്ക്കുമായിരുന്നു. ഗായ്ത്തോ അച്ചി ഹേന കാക്ക, പശുവിന് സുഖമല്ലേ, പശു നന്നായിരിക്കുന്നില്ലേ? മെനെ പൂച്ച, അതായത് ലേഖകൻ ചോദിച്ചു. ഗായ് കഹാ ഹെ ലല, ഗായ് കഹാ ഹെ ലല, എവിടെ പശു? 2 സാൽ ഹുയെ ബേസ്തി, 2 വർഷമായി ഞാനതിനെ കൊടുത്തിട്ട്. ബേസ്തി എന്ന് പറഞ്ഞാൽ കൊടുത്തു, വിറ്റു. കഹാസെ ഖിലാത്ത, എങ്ങനെ ഖിലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അതിന് ഭക്ഷണം കൊടുക്കാനാണ്, എങ്ങനെ കാലിത്തീറ്റ കൊടുക്കും, അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയി, എൻ്റെ അടുത്ത് അതിനുള്ള പൈസ ഇല്ല, അതുകൊണ്ട് ഞാനതിനെ വിറ്റു. ഇതിനെ രജ്ജോ, മകള്, ഉസ്കി ബേട്ടി, അയാളുടെ മകള്, അന്തർ സെ ഏക് ഡലിയ എന്ന് പറഞ്ഞാൽ ഒരു മുറത്തിൽ ഢേർ സെ ആം ലേ ആയി, ഒരുപാട്, ഢേർ സെ എന്ന് പറഞ്ഞാൽ ഒരുപാട്, ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങ ലേ ആയി കൊണ്ടുവന്നു. ये तो बहुत है കാക്ക, ഇത് ഒരുപാടുണ്ട് കാക്ക, बहुत है. ഇതിനെ കഹാ ഖാ പാവുക, ഇത്ര ഞാൻ എങ്ങനെ കഴിക്കും? കഹാ ഖാ പാവുക, ഞാൻ എങ്ങനെ കഴിക്കും? മേനെ കഹ, ഞാൻ പറഞ്ഞു. ലേഖകൻ പറഞ്ഞു, വഹാസ്പട, ചിരിച്ചു അയാൾ. ശരി, ഠേരേന ഇരിക്കി, നിൽക്ക്. മേ തുമാരി ഉമർ കഥ, ഞാൻ നിൻ്റെ വയസ്സ്, ഉമർ എന്ന് പറഞ്ഞാൽ വയസ്സ്,
തുമാരി എന്ന് പറഞ്ഞാൽ നിൻ്റെ. മേ തുമാരി ഉമർ കാ ഥാ തോ ഇസ്കെ ഇതിൻ്റെ ചോഗുനെ എന്ന് പറഞ്ഞാൽ 4 ഇരട്ടി. ആം ഏക് ബഖത്ത് മേ, ഏക് ബഖത്ത് എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഒറ്റ പ്രാവശ്യം കൊണ്ട് മേ ഖാ ജാത്താ ഥാ. ഇതിൻ്റെ 4 ഇരട്ടി ഞാൻ നിൻ്റെ വയസ്സായിരുന്നപ്പോൾ നിൻ്റെ പ്രായത്തിൽ ഞാൻ കഴിക്കുമായിരുന്നു. ആപ് ലോഗോं की बात और है മേനെ ഉത്തർ ദിയ. നിങ്ങളുടെ കാര്യം അത് കുറച്ച് വ്യത്യാസം തന്നെയാണ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകും, പക്ഷേ എനിക്ക് പറ്റില്ല. അച്ഛാ ബേട്ടി ലലാക്കോ 4-5 ആം ചാട്ട് കർ ദോ. ചാട്ട് കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞിട്ട് 4-5 മാങ്ങ തിരഞ്ഞ് ലലക്ക് കൊടുക്കൂ. സിന്ദൂരി വാലേ ദേന. സിന്ദൂരി വാല എന്ന് പറയും മാങ്ങയുടെ വെറൈറ്റിയാണ് സിന്ദൂരി ആം. സിന്ദൂരി വാലേ ദേ ദേന. ദേഖോ ലല കൈസേ ഹെ. തിന്നിട്ട് പറയൂ എങ്ങനെയുണ്ടെന്ന്. കൈസേ ഹെ ആം കൈസേ ഹെ. ഇസി സാൽ യേ പേട് തയ്യാർ ഹുവാ ഥാ. ഈ മാങ്ങ മാവ് മരം ഇപ്രാവശ്യം ആദ്യമായിട്ട് കാച്ചതാണ്. ഇസി സാൽ യേ പേട് തയ്യാർ ഹുവാ. रज्जो ने 4-5 आम अंजलि में लेकर मेरी और बढ़ा दिया. അതായത് രജ്ജോ കയ്യിലെടുത്തിട്ട് 4-5 മാങ്ങ കയ്യിലെടുത്തിട്ട് എൻ്റെ നേരെ നീട്ടി. അഞ്ജലി में लेकर കയ്യിലെടുത്ത് മേരി ഓർ ബടാ ദിയ, എൻ്റെ നേരെ നീട്ടി. ബടാ ദിയ മീൻസ് നീട്ടി. ആം ലേനെ के लिए मैंने हाथ बढ़ाया. മാങ്ങ വാങ്ങാനായിട്ട് ഞാനും കൈ നീട്ടി. ഹാത്ത് ബടായ മത്ലബ് കൈ നീട്ടുക. तो मेरी निगाह एक क्षण ഒരു നിമിഷം അയാളുടെ കൈകളിൽ ഉസ്കെ ഹാത്തോ पर ഠിഠക് ഗയി. അയാൾ രജ്ജുവിൻ്റെ കൈകളിൽ പെട്ടു. അതിൻ്റെ ദൃഷ്ടി അയാളുടെ കൈകളിൽ പെട്ടു. ഗോരി ഗോരി കലായിയോ पर ലാക്കി ചൂടിയ ബഹുത് ഫബ് രഹി थी. അപ്പോൾ ഗോരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്ത അവളുടെ കൈകളിൽ, അയാളുടെ റിസ്റ്റിൽ, അവളുടെ കൈകളിൽ ലാക്കി ചൂടിയ, അതായത് ഈ അപ്പൻ ഉണ്ടാക്കിയ, അതായത് ലാക്ക് കൊണ്ട് ഉണ്ടാക്കിയ ലാക്കി ചൂടിയ ബഹുത് ഫബ് രഹി थी. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ബദലുവിനെ മേരി ദൃഷ്ടി ദേഖ്ലി. ബദലു അച്ഛൻ ഞാൻ നോക്കുന്നത്, എൻ്റെ ദൃഷ്ടി ഞാൻ ആ വളകളിൽ നോക്കിയത് കണ്ടു. ഓർ ബോൽ പട. എന്നിട്ട് പറഞ്ഞു, യഹി ആഖിരി ജോഡ ബനായ ഥാ ജമീന്ദാർ സാഹബ് ബേട്ടിക്ക് വിവാഹ പർ. ഇത് ഏറ്റവും അവസാനത്തെ ഒരു ജോഡിയായിരുന്നു. ഒരു ജോഡി ബാംഗിൾസ്, വളകളായിരുന്നു. ജമീന്ദാർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മെയിനായിട്ടുള്ള ആൾ, അയാളുടെ ബേട്ടി, അയാളുടെ മകളുടെ കല്യാണത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചായിരുന്നു. ബേട്ടിക്ക് വിവാഹ പർ ബൻവായ ഥാ. 10 അനെ പൈസ മുജ്കോ ദേ രഹേ थे. എനിക്ക് 10 അന, അതായത് 10 അന പൈസ തരുമായിരുന്നു ഇതിന് പകരമായിട്ട്. മേനെ ജോഡ നഹി ദിയ. പക്ഷേ ആ 10 അനയ്ക്ക് ഞാൻ ഈ എൻ്റെ വളകൾ ഞാൻ കൊടുത്തില്ല. ഈ ജോഡി ഞാൻ കൊടുത്തില്ല. കഹ ഷെയർസിലെ ആവോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ പട്ടണത്തിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഞാനിത് ഈ 10 അനയ്ക്ക് തരില്ല. 10 അനയേക്കാളും അതിൻ്റെ വാല്യൂ ഉണ്ട്. അതുകൊണ്ട് ഞാനിത് അതിൽ വിലയുള്ളതാണ്, അതുകൊണ്ട് ഞാനത് കൊടുത്തില്ല. അപ്പോൾ മറ്റുള്ളവർ വിചാരിച്ച് ഇയാൾക്ക് ആകെ പൈസയില്ല, പണിയില്ല, അപ്പോൾ എന്ത് കൊടുത്താലും വാങ്ങിച്ചോളൂ എന്നാണ് ആ ജമീന്ദാർ വിചാരിച്ചത്. 10 അന പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾക്കിത് കിട്ടുന്നു. പക്ഷേ അയാളത് കൊടുത്തില്ല. മേനെ ആം ലിയെ ഞാൻ മാങ്ങ വാങ്ങിച്ചു. ഓർ ഖാക്കർ തോടി ദേർ പശ്ചാത്ത് ചലായ. കഴിച്ചിട്ട് ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വന്നു. മുझे പ്രസന്നത ഹുയി കി ബദലുനെ ഹാർ കർ ബി ഹാർ നഹി മാനി थी. അതായത് എനിക്ക് ഒരുപാട് പ്രസന്നത തോന്നി, എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ബദലു തോറ്റിട്ടും തോൽവി സമ്മതിക്കാത്ത അയാളായതുകൊണ്ട്, തോറ്റിട്ടും തോൽക്കാത്ത പോലെ ആളായിരുന്നു അയാൾ. അപ്പോൾ അത് ആലോചിച്ചിട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി. അതായത് ജോലി ഇല്ലാണ്ടും പണിയില്ലാതിരുന്നിട്ടും അയാൾ ചെയ്ത പണിക്കുള്ള കൂലി കിട്ടില്ല എന്നറിഞ്ഞപ്പോൾ അയാളത് കൊടുത്തില്ല. നഷ്ടം വന്നാലും കുഴപ്പമില്ല. അയാളുടെ ഇതുണ്ടല്ലോ, സെൽഫ് റെസ്പെക്റ്റ്, ആ സെൽഫ് റെസ്പെക്റ്റ് കാരണം അയാളത് കൊടുത്തില്ല. ആ സെൽഫ് റെസ്പെക്റ്റ് കാരണം അയാൾ വെറുതെ കൊടുക്കും പോലെ ആർക്കും അത് കൊടുത്തില്ല. അത് വെറുതെ ഇവിടെ വീട്ടിലിരുന്നാലും കുഴപ്പമില്ല, എൻ്റെ നഷ്ടം വന്നാലും കുഴപ്പമില്ല, ഞാൻ അയാൾക്ക് അങ്ങനെ കൊടുക്കില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഹാർ കർ ബി ഹാർ നീ മാനി. ഉസ്കാ വ്യക്തിത്വ കാജ് കി ചൂടിയ ജൈസ നാ था
कि आसानी से टूट जाए. അയാളുടെ വ്യക്തിത്വം, അയാളുടെ പേഴ്സണാലിറ്റി ഈ കുപ്പി കൊണ്ടുണ്ടാക്കിയ കുപ്പി വളകൾ പോലെ ആയിരുന്നില്ല. കുപ്പി വളകളാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുപോലെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതായിരുന്നില്ല അയാളുടെ വ്യക്തിത്വം. അയാളുടെ സെൽഫ് റെസ്പെക്റ്റ് കാരണം അയാൾ തോറ്റിട്ടും, അയാൾ ഒന്നും ഇല്ലാഞ്ഞിട്ടും, അയാൾക്ക് പണിയൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും ആ ഒരു ചെറിയ വിലയ്ക്ക് അത് കൊടുക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഒരു സ്വാഭിമാനിയായ, ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആളാണ് ബദലു എന്ന് ലേഖകൻ പറയുകയാണ്. അതാലോചിച്ചിട്ട് അയാൾക്ക്, ഈ ലേഖകന് ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ ഇതായിരുന്നു ഈ ലാക്കി ചൂടിയ എന്ന കഥ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കാംതനാഥ് എന്നാണ് ആ ലേഖകൻ്റെ പേര്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.